ആരും മേത്ത് കരിയോയിൽ ഒഴിച്ചതും അല്ലെങ്കിൽ ഞാൻ ടാബ്ലോന് റെഡി ആയതൊന്നും അല്ല കേട്ടോ. ഇതെന്താണ് എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടു നോക്കണേ. ചെക്കാവും. എന്റെ ജോർദാൻ ട്രിപ്പിലെ ഈ അവസാനത്തെ വീഡിയോ എനിക്ക് എത്രത്തോളം എക്സൈറ്റിംഗ് ആയ അനുഭവങ്ങളാണോ തന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു എക്സൈറ്റിംഗ് അനുഭവമായിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ് എനിക്ക് ഈ ഡെഡ് സീ എക്സ്പീരിയൻസ് തന്നത്. ഇനി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമോ എന്ന് പോലും എനിക്കറിയില്ല. അത്ര പോലെ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് ക്രൗൺ പ്ലാസയാണ്. അവിടെ ധാരാളം ഹോട്ടലുകളുണ്ട്. പക്ഷേ നമ്മുടെ ഡെഡ് സീ എക്സ്പീരിയൻസ് എത്രത്തോളം അടിപൊളിയാണ് എന്നുള്ളത് നമ്മൾ ഏത് ഹോട്ടൽ തിരഞ്ഞെടുക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൽ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ചൂസ് ചെയ്തത് ക്രൗൺ പ്ലാസ ആയിരുന്നു. പക്ഷേ എൻ്റെ തീരുമാനം ഒട്ടും തെറ്റിയില്ല എന്നുള്ളത് എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ബോധ്യമായി. അടിപൊളി സർവീസ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നാണ്. അദ്ദേഹമാണ് ബഗ്ഗിയിൽ എന്നെ ഇനി നമ്മുടെ യുദ്ധഭൂമിയായിട്ടുള്ള ഡെഡ് സീയിലേക്ക് കൊണ്ടുപോകുന്നത്. ഡയറക്റ്റ് എൻട്രിയാണ് ക്രൗൺ പ്ലാസയിൽ നിന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിലെ ധാരാളം പൂക്കൾ അവിടെ ഉണ്ടെന്ന്. ഇതാ മെയ് മാസത്തിൽ നമ്മുടെ നാട്ടിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചുവന്ന വാഗ അവിടെയും അതുപോലെ തന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഹോട്ടല് ശരിക്കും ആ കടൽ തീരത്താണ് ആ 5 സ്റ്റാർ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് എൻട്രിയാണ് ഡെഡ് സീയിലേക്ക്. ഞാൻ സത്യം പറഞ്ഞ ഡെഡ് സീ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ കുറച്ച് ചാരം കലർന്ന ഒരു ഡൾ കളറായിരിക്കും, കാരണം കുറെ മിനറലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കി എന്താ അടിപൊളി, നമ്മൾ ഈ മാൽഡീവ്സിലൊക്കെ കാണുന്ന പോലെ അത്ര കണ്ട് ഇങ്ങനെ ഡീപ് ബ്ലൂ സീ ആയിരുന്നു. അടിപൊളിയായിരുന്നു. യെസ്, ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി. യു ആർ അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്, അതായത് ക്രൗൺ പ്ലാസ ഡെഡ് സീ റിസോർട്ട് ആൻഡ് സ്പായിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് തൊട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഓരോ കാഴ്ചകളും എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കാരണം അത്രത്തോളം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചകളും എക്സ്പീരിയൻസും ആയിരുന്നു അതൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു സ്വിമ്മിങ് സൂട്ടിലേക്കൊക്കെ മാറി അവിടെ നിന്ന് അവിടെ അതിന് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഡ്രസ്സുകൾ, റൂമുകൾ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോകണം, ചേഞ്ചിങ്ങിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ പതുക്കെ പോയി. അപ്പോഴാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചത്. ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അവർ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ, 2014 മുതൽ ഓരോ വർഷവും 2014, 16, 18, 20 ഓരോ വർഷവും ആ സീ എവിടെയായിരുന്നു, അതായത് ഓരോ വർഷം കഴിയുന്തോറും കടല് അങ്ങനെ നീങ്ങി ഉൾവലിഞ്ഞു പോവുകയാണ്. ഇത് കണ്ടോ, ഓരോ വർഷം ഇപ്പൊ 2022 ആ സീത ഈ സ്ഥലത്തായിരുന്നു, അവർ ആ വെച്ചിരിക്കുന്ന മാർക്കിംഗ് ഉള്ള സ്ഥലത്തായിരുന്നു. 2024 ഇവിടെയായിരുന്നു. സീ പിന്നെയും ഉൾവലിഞ്ഞു പോയി. 2025 ഇതാണ് അവരുടെ അവസാനത്തെ മാർക്കിംഗ് കേട്ടോ. 2025 ഇതാ ഒരു വർഷം മുമ്പ് ആ സീ ഇവിടെയായിരുന്നു. നോക്കൂ, ഇത്രയും സ്ഥലം ഏകദേശം ഒരു 5-6 മീറ്റർ ആ ഒരു വർഷം കൊണ്ട് തന്നെ ആ സീ ഉൾവലിഞ്ഞു പോയി. അപ്പോൾ ഡെഡ് സീ ഇങ്ങനെ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം എവിടെയാണാവോ അല്ലേ. അങ്ങനെ ഞാൻ പതുക്കെ എൻ്റെ കലാപരിപാടികൾ തുടങ്ങി ഇറങ്ങി പതുക്കെ കടലിലേക്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡോക്ടർ എന്താ ഈ കടൽ കാണാത്ത പോലെ ഇറങ്ങുന്നതെന്ന്. നോക്കൂ, നമ്മുടെ കടൽ പോലെയല്ല, കൊഴുത്ത പോലത്തെ ഒരു വെള്ളമാണ്. അപ്പോഴാണ് ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. എൻ്റെ അമ്മേ, ഈ കടലത്തെ വെള്ളത്തിൽ ഉപ്പൊക്കെ നമുക്കറിയാം. ഇത് 10 ടൈംസ് ആണ് ഡെഡ് സീയിലെ ഉപ്പിൻ്റെ കണ്ടന്റ്. അതുകൊണ്ടാണ് അതിൻ്റെ സാന്ദ്രത ഇത്രത്തോളം കൂടുതലുള്ളതും. അതുകൊണ്ടാണ് ഇത് തന്നെ നമ്മൾ കടലിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതും. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ, ഇതുകൊണ്ടാണ് ഡെഡ് സീ, നമ്മൾ ശവം പൊന്തി കിടക്കുന്ന പോലെയാണ് ഡെഡ് സീയിൽ നമ്മൾ കിടക്കുക. നമ്മൾ മുങ്ങിപ്പോവില്ല. എനിക്ക് സ്വിമ്മിങ് അറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായി വെള്ളത്തിൽ പോകുമ്പോൾ. ഇത് കണ്ടോ, അപ്പോൾ എന്നെ പതുക്കെ അവിടെ ട്രെയിനേഴ്സ് ഉണ്ട്, അവർ നമ്മളെ പതുക്കെ അങ്ങ് കിടത്തി തരും. കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കിങ്ങനെ ഊഞ്ഞാലിലൊക്കെ കിടക്കുന്ന ഒരു ഫീലാണ്. നമ്മളെ ആരോ ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ തള്ളി മുകളിൽ ഇങ്ങനെ നിർത്തുന്ന പോലെയാണ്. നമ്മൾ ഒരിക്കലും താണു പോവില്ല. നമ്മൾ ആ ഡെഡ് സീൽ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരു വെയിറ്റും ഇല്ലാതെ നമ്മളിങ്ങനെ പാറി പറന്ന് നിൽക്കില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് അറിയാലോ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സാന്ദ്രതയുള്ള ഒരു വസ്തുവിന് നമ്മുടെ ശരീരത്തിനെ ഇങ്ങനെ പൊന്തി, അതായത് അതിനെ ഇങ്ങനെ തള്ളി നിർത്താൻ സാധിക്കും. അപ്പോൾ ഡെഡ് സീയുടെ സാധാരണ കടലുകളെ അപേക്ഷിച്ചിട്ട് 10 ടൈംസ് ആണ് ഇതിൻ്റെ ഉപ്പിൻ്റെ കണ്ടന്റ്. അതുകൊണ്ട് തന്നെ
ഇതിൻ്റെ സാന്ദ്രതയും അത്രത്തോളം കൂടുതലാണ്. അപ്പോൾ അത്രയും സാന്ദ്രതയുള്ളൊരു വെള്ളത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ബോഡിയെ അതിനിങ്ങനെ തള്ളി നിർത്താൻ സാധിക്കും. അപ്പോൾ ആ ഒരു പുഷിങ് ഫീൽ കൊണ്ടാണ് നമ്മൾ പൊന്തി കിടക്കുന്നത്. കുറച്ച് വെള്ളം എൻ്റെ കണ്ണ് പോയി, എൻ്റെ അമ്മോ വല്ല മുളകരച്ച് തേച്ച പോലെയായിരുന്നു. അപ്പോൾ അവർ നല്ല വെള്ളം കൊണ്ട് എൻ്റെ കണ്ണൊക്കെ ഒന്ന് കഴുകി തന്നു. അപ്പോഴാണ് എനിക്കൊന്ന് കാണാൻ പറ്റിയത്. എൻ്റെ അമ്മോ, ഉപ്പെന്ന് പറഞ്ഞാലും പോരാ, എൻ്റെ ഈശ്വര, നമ്മൾ ഒരു സ്പൂൺ ഇടുന്നതിന് പകരം 10 സ്പൂൺ ഉപ്പിട്ട് ഒരു വെള്ളം കുടിച്ചു നോക്കി എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെയായിരുന്നു. വായിലൊന്നും ഒരു തവണേ ഞാൻ ആക്കിയുള്ളൂ. കണ്ണിൽ പോയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മേ, സ്വർഗം കണ്ടു. കാരണം നമുക്ക് ചെറുതായിട്ട് കടൽ വെള്ളം കണ്ണിൽ വീണാൽ തന്നെ ചെറിയൊരു എരിച്ചിലുണ്ടാവും, കണ്ണിന് വെള്ളം വരും. പക്ഷേ ഇതിൻ്റെ ഒരു 10 ഇരട്ടിയായിരുന്നു. ഇനിയാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ്. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ എൻ്റെ ഒരു കരിവേഷം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ കരിവേഷം ഞാൻ എങ്ങനെ കെട്ടി എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ട്രെയിനർ ഹംലാദി മാന്തി ഉണ്ടാക്കുന്നത് അതിനുള്ള മണ്ണാണ്, കരിമണ്ണ്. ഈ ഡെഡ് സീഡ് അവിടെ കാണപ്പെടുന്ന ഔഷധമൂല്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മണ്ണ്, ഈ മണ്ണ് തേച്ച് ഒരു മഡ് ബാത്ത്, ഒരു കുളി, അത് ഡെഡ് സീ കാണാൻ പോയാൽ നിർബന്ധമാണ്. നമുക്ക് ഡെഡ് സീയിൽ 2 മെയിൻ എക്സ്പീരിയൻസുകളാണ്. ഒന്ന്, ഡെഡ് സീയിൽ ഇങ്ങനെ പാറി പറന്ന് പൊങ്ങിക്കിടക്കുക, അത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. രണ്ടാമത്തെ സിഗ്നേച്ചർ എക്സ്പീരിയൻസ് ആണ് ഈ മഡ് ബാത്ത്. അവിടെയുള്ള കാൽഷ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ റിച്ചായ, മിനറൽ റിച്ചായ ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഒരു മണ്ണ് തേച്ചിട്ടുള്ള കുളി. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇത് കാണുമ്പോൾ പല സദാചാര കുരുക്കളും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്തിപ്പോവാം. താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കണ്ടാൽ മതി. കാരണം ഒരു മഡ് ബാത്ത് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്കിന്നിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനുള്ള വസ്ത്രധാരണമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ഡ്രസ്സ് ഇട്ടിട്ടൊന്നും മഡ് ബാത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാനും തീരുമാനിച്ചത്. എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇനിയിപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുള്ളവർ കാണണ്ട കേട്ടോ. അത് ഞാൻ ആദ്യമേ ഡിസ്ക്ലെയിമറായി പറയുകയാണ്. ഇനി നമുക്ക് മഡ് ബാത്തിലേക്ക് വരാം. ഈ മിനറൽ റിച്ച് ആയിട്ടുള്ള മഡ് തേച്ചിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നിന്നിട്ട് അത് നമ്മൾ ഈ കടലിലെ വെള്ളത്തിൽ കഴുകിക്കളയണം. ഇത് നമ്മുടെ സ്കിന്നിന് എക്സ്ഫോളിയേഷൻ കൊടുക്കുകയും നല്ല ഉഗ്രനായിട്ടുള്ള റിജുവനേഷൻ കൊടുക്കുകയും ചെയ്യും. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്ന് ഈ മാർബിളൊക്കെ പോളിഷ് ചെയ്യുമ്പോൾ മിനുമിനുന്നനാവില്ലേ, അത്രത്തോളം സോഫ്റ്റ് ആവും. ഇത് കണ്ടോ, ഈ മഡ് ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാണ് കേട്ടോ. എനിക്കിങ്ങനെ സ്കിന്ന് തൊട്ടപ്പോഴേ മിനുമിനുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് മാർദ്ദവം. ശരിക്കും നമ്മുടെ സ്കിന്നിൽ നിന്ന് ആ ഒരു ഡെഡ് സെല്ലൊക്കെ പോയി വൃത്തിയാവും. മുഖം നമുക്ക് ആ വെള്ളത്തിൽ കഴുകാൻ പറ്റില്ല. ഫ്രഷ് വാട്ടറിൽ നമ്മൾ മുഖത്തെ മണ്ണൊക്കെ കഴുകിക്കളയണം. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് മഡ് ബാത്ത്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരുന്നത്, ഈ അവിടെ വന്ന എല്ലാവരും കണ്ടില്ലേ, എത്രയോ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇന്ത്യക്കാരുണ്ട്. ദാ നിൽക്കുന്ന ഫാമിലി തമിഴിയൻസ് ആണ്. പിന്നെ ധാരാളം ഫോറിനേഴ്സും ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും, ഇവിടെ വരുന്ന എല്ലാവരും ഈ ഒരു മഡ് ബാത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രമേ പോകൂ. അവിടെ അങ്ങനെ ഒരു അനാവശ്യമായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അത് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയാൽ തന്നെ ആളുകൾക്ക് ആ ഒരു ദുശീലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇവരൊക്കെ ഫോറിനേഴ്സ് ആണ്. എല്ലാവരും മഡ് കംപ്ലീറ്റ് തേച്ച് ആ ഒരു മഡ് ബാത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ദേഹമൊക്കെ കഴിഞ്ഞു, എൻ്റെ മഡ് ബാത്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഹംലാദ് ആ കടലിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ അവിടെ കുറേ തപ്പിത്തെറിഞ്ഞ് പിന്നെ പെറുക്കി കൊണ്ടുവരുന്നത് കണ്ടു. അപ്പം നോക്കിയപ്പോൾ വെള്ള കളറിലുള്ള ഒരു 3-4 കല്ലാണ് അവൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ എന്തിനാണ് ഈ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, നിങ്ങളുടെ മഡ് ബാത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യം മഡ് തേച്ച് കഴുകി കളഞ്ഞതിന് ശേഷം ഇത് റോക്ക് സോൾട്ട്, അതായത് സോൾട്ടിൻ്റെ കല്ലുകളാണ്, ഉപ്പ് കല്ലുകളാണ്. ഇത് നാച്ചുറലായിട്ട് ആ സീൽ ഉണ്ടാവുന്ന കല്ലുകളാണ്. ഇത് അവർ പൊടിച്ച് ഇതിൻ്റെ ഒരു ലായനി ഉണ്ടാക്കി നമ്മളെ ഒരു ഫൈനൽ ഒരു തേപ്പ് കൂടി ഉണ്ട്, ഫൈനൽ പോളിഷിങ്. അത് കഴിഞ്ഞാലേ നമ്മുടെ മഡ് ബാത്ത് കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് അവരുണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇത് അവർ കടലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ആ കല്ല് കൊണ്ടുവന്ന് ഇതിനെ പൊടിച്ച് കടലിലെ വെള്ളം കൂടി മിക്സാക്കി ഒരു ലായനിയാക്കി മഡ് ബാത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് അവിടെ ഒന്നുകൂടി കംപ്ലീറ്റ് അവർക്ക് ആ സ്കിന്ന് മുഴുവൻ ഒന്നുകൂടി ഒരു ഫൈനൽ പോളിഷിങ് ചെയ്തു തരും. ഇത് വളരെ പ്രൊഫഷണലായിട്ടും ഫ്രണ്ട്ലി ആയിട്ടോ അവർ ചെയ്തുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇവിടെ പോയ സമയത്ത് എൻ്റെ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് സ്ത്രീകളായിരിക്കുമല്ലേ ചെയ്തു തരികയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നോക്കൂ, ഇവിടുത്തെ ഒരു സ്പാകളിലും അങ്ങനെ സ്ത്രീകളില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർ തന്നെയാണ് ചെയ്തു തരിക. അവർ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അവരൊരിക്കലും മിസ്ബിഹേവ് ഒന്നും ചെയ്യില്ല എന്ന്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇൻഹിബിഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അവർ പറഞ്ഞ പോലെ തന്നെ ഹംലാദൊക്കെ എത്ര പ്രൊഫഷണലായിട്ടാണ് അറിയോ. എനിക്ക് മാത്രമല്ല, അവിടെ വന്ന എല്ലാവർക്കും വളരെ വൃത്തിയായിട്ടാണ് അവർ ആ സർവീസ് കൊടുക്കുന്നത്. നൈസായിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു ഉപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു ഫൈനൽ പോളിഷിങ്, ശരിക്കും ഒരച്ച് തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് അതാണ് ഇത് കേട്ടോ ശരിക്കും. അപ്പോൾ ആ ഫൈനൽ പോളിഷിങ് കൂടി കഴിഞ്ഞപ്പോണ്ടല്ലോ, ശരിക്കും നമ്മുടെ സ്കിൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് നമ്മളെ ആ ഒരു ഉപ്പ് കല്ല് വെച്ച് അവരങ്ങ് ഒരച്ച് കഴുകി ഫൈനലായിട്ട് ഫ്രഷ് വാട്ടറിൽ നമ്മളെ അങ്ങ് കഴുകി നിർത്തും. ശരിക്കും നമുക്ക് ഈ പറയുന്ന ഏതോ മൃഗത്തിനെ കുളിപ്പിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. എന്തായാലും അടിപൊളി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. എന്താ ഞാൻ പറയുക, ആക്ച്വലി ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിങ്ങനെ തൊടുമ്പോഴേ നമ്മൾ പോളിഷ് ചെയ്ത മാർബിളില്ലേ,
അതുപോലെയാണ് ശരിക്കും. ഇവിടെ ഒരു പോളിഷിംഗ് ആണ് നടക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഇത്രയും മെഡിസിനൽ വാല്യൂസ് ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ വുഡ് സേ ലൈക്ക് ശരിക്കും നമുക്ക് ഒരു റിജുവിനേഷനാണ് ആക്ച്വലി. നമുക്കൊന്ന് എന്താ പറയുക, 10-20 വയസ്സ് കുറഞ്ഞ ഫീൽ തോന്നും നമുക്ക്. എസ്പെഷ്യലി നമ്മുടെ ആ സ്കിൻ തൊടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യും. ശരിക്കും പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങളൊരു 100 ഫേഷ്യലും അല്ലെങ്കിൽ ഒരു 100 മസാജ് ചെയ്താലൊന്നും ഇത്രയും എഫക്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ ശരിക്കും ആ ഒരു മഡ് ബാത്ത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് പെർഫെക്റ്റ്. ആൻഡ് താങ്ക് യു ഹംലാദാണ് ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നത്. ഹംലാദിനെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഐ വിൽ സേ എ ഫൈനൽ താങ്ക്സ് ടു ഹിം ബിക്കോസ് എൻ്റെ കൂടെ കംപ്ലീറ്റ് എൻ്റെ ഇതിനെ സഹായിച്ചത് ഹംലാദാണ്. ആൻഡ് ക്രൗൺ പ്ലാസ ബെസ്റ്റ് സർവീസ്. ലൈക്ക് ഐ ഡോണ്ട് നോ, ഞാൻ ഈ ഒരു സംഭവം തിരഞ്ഞെടുത്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു സർവീസ് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ജോർദാനിലെ ഡെഡ് സീ കാണാൻ വരികയാണെങ്കിൽ കം ടു ദിസ് പ്ലേസ്. ദിസ് ഇസ് എ ബെസ്റ്റ്.